ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 21 എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. അന്നായിരുന്നു പൂനെയിലെ വിശ്രാന്തവാടി മലയാളി അസോസിയേഷൻ്റെ ഓണം പ്രോഗ്രാം. അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു പ്രോഗ്രാമായിരുന്നേ. ഒരുപാട് മലയാളികളെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലോ. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം കയറി വരുമ്പോൾ തന്നെ അടിപൊളി ഒരു അത്തപ്പൂക്കളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ സൈഡിലായിട്ട് ചില ബ്രാൻഡുകളുടെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനൊന്നും സമയം കിട്ടില്ല, നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റായേ. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിൻസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ്. അപ്പോൾ പുള്ളി കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ചെണ്ടമേളുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ കൂടാതെ ഒരുപാട് ഗസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിൽ മലയാളികളുമുണ്ട്, മലയാളികൾ അല്ലാത്തവരുമുണ്ട്. ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, MP, MLA അങ്ങനെയൊക്കെ. പിന്നെ മലയാളികളും ഉണ്ടായിരുന്നു, അറിയപ്പെടുന്ന ധാരാളം മലയാളികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഗസ്റ്റുകൾ എല്ലാവരും എത്തി ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് കയറി അതിനുശേഷം ഓരോരുത്തരായിട്ട് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ് ഇത്. തന്നെ സെപ്റ്റംബർ 21 നടന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ്. ഇതിനു ശേഷവും ഇതിനു മുമ്പും പൂനെയിൽ ഒരുപാട് ഓണാഘോഷ പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ മലയാളികളുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്, ഒരു കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസം ഫുൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് ഓണപരിപാടികളുണ്ടായിരുന്നു. ഈ പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് പേര് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. പിന്നെ ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നേ. നമ്മൾ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ 1-2 ഡാൻസൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നേ. നമുക്കെല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. പിന്നെ നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇങ്ങനെയൊക്കെയാണ് മറക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു റിലീഫായിരിക്കും. അതായത് നാട് മിസ് ചെയ്യും, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, അതിൻ്റെയൊക്കെ സങ്കടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും മാറ്റുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. അപ്പം ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. സ്റ്റേജിൽ സ്വാഗത പ്രസംഗം നടക്കുകയാണ്, ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനുശേഷം ഓരോരുത്തരുടെ ആയിട്ടുള്ള സ്പീച്ചുകളാണ്. ലാസ്റ്റ് നമ്മളുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ചീഫ് ഗസ്റ്റായിട്ടുള്ള ആദിത്യവർമ്മയുടെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണ്. അത് അത്യാവശ്യം നന്നായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓണപരിപാടി, ഓണസദ്യയാണല്ലോ, സദ്യ കഴിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടിയാണല്ലോ ഈ ഓണസദ്യ കഴിക്കുക. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കഴിച്ച കാപ്പിയാണ്, രാവിലെ പുട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വിശക്കാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. സദ്യ കഴിക്കണമെങ്കിൽ വയറ്റിൽ കുറച്ച് സ്ഥലം വേണമല്ലോ, കുറച്ചധികം സ്ഥലം വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം സദ്യ കഴിക്കാനായിട്ട് പോയി. സദ്യ കഴിക്കുന്നിടത്ത് പോയപ്പോഴും എൻ്റെ പൊന്നോ ഭയങ്കര തിരക്കായിരുന്നേ. എങ്കിലും നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. സദ്യയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരൊറ്റ കുറവേ ഞാൻ നോക്കിയിട്ട് കണ്ടോളൂ, നമ്മുടെ കേരള റൈസ് അല്ലായിരുന്നേ. പക്ഷേ എങ്കിലും അടിപൊളിയായിരുന്നു. കൂട്ടാനുകളെല്ലാം സൂപ്പറായിരുന്നേ. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു സദ്യ തന്നെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.